അങ്ങനെ അവർക്ക് രാവിലെ ജോലിക്ക് പോകണമെങ്കിൽ അതിരാവിലെ എഴുന്നേറ്റാൽ മാത്രമേ അവർക്ക് ഒരുങ്ങി ജോലി സ്ഥലത്തേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്ര 1-2 ശുചിമുറി ഉപയോഗിച്ചുകൊണ്ട് ഇത്രയേറെ പേർക്ക് ഒരുങ്ങി ജോലിക്ക് പോകാൻ സാധിക്കണമെങ്കിൽ ഉണ്ടാകാവുന്ന പ്രയാസങ്ങൾ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള മുറികളൊക്കെ വേണ്ടത്ര സുരക്ഷിതത്വമുള്ള മുറികളൊന്നുമല്ല. ഒന്ന് കല്ലുകൊണ്ട് കെട്ടി തേപ്പ് പോലും ഇല്ലാത്ത ചുമരുകൾ, അതിനു മുകളിൽ തകര ഷീറ്റുകൾ മാത്രം വെച്ചുകൊണ്ടുള്ള മുറികളാണ്. വേണ്ടത്ര വെന്റിലേഷനോ സൗകര്യങ്ങളോ ഒന്നും ഇല്ലാത്ത മുറികളാണ് ഇത്തരത്തിൽ അവർക്ക് നൽകപ്പെടുന്നത്. കൂട്ടമായിട്ട് ഇവരെ താമസിപ്പിക്കുന്ന ഇടങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. ഇവർക്ക് വേണ്ടി മാത്രം നിർമ്മിക്കപ്പെട്ട ചില മുറികൾ നമുക്ക് ചുറ്റും കാണാൻ സാധിക്കും. അങ്ങനെയുള്ള ഇടങ്ങളിലെല്ലാം ഇവർ വളരെയേറെ പ്രയാസം അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് നാം കാണുന്ന ഒരു യാഥാർത്ഥ്യം. അങ്ങനെയുള്ള നമുക്ക് ചുറ്റുമുള്ള അത്തരത്തിലുള്ള സ്ഥലങ്ങൾ ഒന്ന് സന്ദർശിക്കുവാൻ നമ്മൾ തയ്യാറായാൽ അവിടെ അനുഭവിക്കുന്ന പ്രയാസങ്ങളും വിഷമങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. അവരുടെ തുണിയും സാധനങ്ങളും എല്ലാം മുറിയിൽ തന്നെ വെക്കണം. അതുപോലെ അവിടെ ഒരു മൂലയിലാണ് അവർ ഭക്ഷണം പാകം ചെയ്യേണ്ടി വരുന്നത്. ഇവരെല്ലാവരും ഒരുമിച്ച് കൂടി വളഞ്ഞിരുന്ന് നിലത്തിരുന്നാണ് ഈ ഭക്ഷണം ഒരുക്കേണ്ടതും എല്ലാം. അങ്ങനെയുള്ള വളരെയേറെ പ്രയാസകരമായിട്ടുള്ള കാര്യങ്ങൾ. അവിടെ ഒരു ഫർണിച്ചർ വയ്ക്കാനുള്ള സൗകര്യമില്ല, ചെയറോ അല്ലെങ്കിൽ മേശയോ വയ്ക്കാനുള്ള സൗകര്യമില്ല, അങ്ങനെ ആരും കൊടുക്കാറില്ല. ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളാണ് അവരുടെ താമസ സ്ഥലത്ത് നമുക്ക് കാണാൻ സാധിക്കുക. അതിനോടനുബന്ധിച്ച് അതിൻ്റെ വൃത്തിഹീനമായ ചുറ്റുപാടുകൾ. പലരും തങ്ങൾ ഉപേക്ഷിച്ച വീടുകളിലെ മുറികൾ, ഓരോ മുറിയും 5000 മുതൽ 7000, 8000 വരെ വാടക വാങ്ങിച്ചുകൊണ്ടാണ് ഓരോ കുടുംബങ്ങൾക്കായിട്ട് കൊടുക്കുന്നത്. ഒരു കുടുംബം ഒരു മുറിയിൽ കഴിയേണ്ടി വരുന്നു. അവിടെ അവരുടെ സാധനങ്ങളെല്ലാം വെക്കണം. ഒരു സ്ഥലത്ത് അവർ ഭക്ഷണം പാകം ചെയ്യാനുള്ള വിറകുണ്ടാക്കണം. അങ്ങനെ ഗ്യാസും അല്ലെങ്കിൽ സ്റ്റവ് ഉപയോഗിച്ച് ചെയ്യുന്നവർക്ക് അതിനുള്ള സൗകര്യം ഉണ്ടാക്കണം. അങ്ങനെ ഒരു മുറിയിലെല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുവച്ച് അവിടെ ജീവിക്കേണ്ടി വരുന്നൊരു സാഹചര്യം. അങ്ങനെ ഒരു വീട്ടിൽ 4-5 മുറിയുണ്ടെങ്കിൽ 5 കുടുംബങ്ങളാണ് അവിടെ താമസിക്കുന്നത് എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന മറ്റ് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഇതിനപ്പുറം. അങ്ങനെ അവരനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങളും താമസ സ്ഥലവുമായി ബന്ധപ്പെട്ടിട്ട് ഇത്തരത്തിലുള്ള ധാരാളം പ്രശ്നങ്ങളുണ്ട്. അവിടെയുള്ള ശുചിമുറികളൊക്കെ വളരെ വൃത്തിഹീനവും അല്ലെങ്കിൽ വേണ്ടത്ര സുരക്ഷിതമല്ലാത്തതും ഒക്കെ ആയിട്ടുള്ളത് പൊതുവെ കാണപ്പെടുന്നൊരു കാര്യമാണ്. എന്തുകൊണ്ട് ഇങ്ങനെ? അതെ, അതിഥി തൊഴിലാളികളാണല്ലോ. അതുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ ആരും അങ്ങനെ വളരെ ഗൗരവമായിട്ട് പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ്. പഞ്ചായത്തുകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്ഥാപനങ്ങളോ ഇതെന്തുമാത്രം ഗൗരവത്തോടുകൂടെ കണക്കിലെടുക്കുന്നു എന്നുള്ളത് വളരെയേറെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടെ മുകളിലേക്ക് എടുത്തുകൊണ്ട് അവരെ പരിഗണിക്കേണ്ടത് ആവശ്യമാണ് എന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെയാണ് അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം. പലരും കുട്ടികളുമായിട്ട് ഇവിടെ വരുമ്പോൾ വിദ്യാഭ്യാസം നൽകാനായിട്ട് ഒന്നുകിൽ തയ്യാറാകുന്നില്ല. ഞങ്ങളെപ്പോലെയുള്ള NGO അവരെ കുട്ടികളെ സ്കൂളിൽ വിടുന്നതിന് വേണ്ടി അവരെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. എങ്കിൽ പോലും കുട്ടികളെ സ്കൂളിൽ അയക്കാൻ താല്പര്യമില്ലാത്ത മാതാപിതാക്കളെ ഞങ്ങൾ കാണാറുണ്ട്. അവരുടെ ഭയം എന്നത് കുട്ടികൾ സ്കൂളിൽ ചെന്നാൽ അവർ അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങളും മറ്റുള്ളവരിൽ നിന്നുണ്ടാകുന്ന അവഗണനകളും ഒക്കെയാണ് പല മാതാപിതാക്കളെയും തങ്ങളുടെ കുട്ടികളെ അതിഥി തൊഴിലാളികളായ മാതാപിതാക്കൾക്ക് തങ്ങളുടെ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കാനുണ്ടാകുന്ന പ്രയാസങ്ങളും വിഷമങ്ങളും അവരെ ഞങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തിയാൽ പോലും അവർക്കത് ബോധ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുപോലെ അങ്ങനെ സ്കൂളിൽ അയക്കുമ്പോഴും അവർക്ക് വളരെയേറെ പ്രയാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ചില കുട്ടികളെങ്കിലും ഞങ്ങൾക്ക് CWC വഴി പല ബാലഭവനുകളിൽ താമസിപ്പിച്ച് പഠിപ്പിക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അതിൽ വളരെയേറെ നല്ലൊരു പ്രതീക്ഷയോടുകൂടെ ഞങ്ങൾ നോക്കിക്കാണുന്നൊരു കാര്യമാണ്. കുറേ കുട്ടികൾ ആ ഒരു സൗകര്യം വളരെയേറെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നന്നായി പഠിക്കുകയും അതുപോലെ പഠനത്തിലും മറ്റു മേഖലകളിലും അവർക്ക് വളർന്നു വരുവാനും ഉയർന്നു വരുവാനും സാധിക്കുന്നതും ഞങ്ങൾ കാണുന്നുണ്ട്.
അങ്ങനെ വളർന്നു വന്ന കുറേ അതിഥി തൊഴിലാളികളുടെ കുട്ടികൾ ഞങ്ങൾക്ക് ചുറ്റുമുണ്ട്. അവരിന്ന് പഠിച്ച് വലിയ നിലകളിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്നതും ഞങ്ങൾക്ക് വളരെയേറെ പ്രതീക്ഷ നൽകുന്ന ഒരു യാഥാർത്ഥ്യമാണ്, സന്തോഷം നൽകുന്ന ഒരു യാഥാർത്ഥ്യമാണ്. മറ്റൊരു കാര്യം, ഇവരുടെ ജീവിത സാഹചര്യങ്ങളിൽ ഇവർ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളെ നേരിടാനുള്ള വേണ്ടത്ര സൗകര്യങ്ങളില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇവരുടെ ഭാഷ അറിയുന്ന ഇവർക്ക് മാനസികമായിട്ട് ഇവർക്ക് കൗൺസിലിങ്ങും പോലെയുള്ള കാര്യങ്ങൾ നൽകാൻ വേണ്ട സൗകര്യങ്ങൾ ഇന്ന് നമ്മുടെ കേരളത്തിലില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. നമുക്കറിയാം, ഇന്ന് നമുക്ക് ചുറ്റും കേരളത്തിൽ തന്നെ ഒത്തിരിയേറെ മാനസിക പ്രശ്നങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. യുവജനങ്ങളിലും കുട്ടികളിലും അതുപോലെ കുടുംബങ്ങളിലും ദമ്പതികളിലുമൊക്കെ. അപ്പോൾ അവരനുഭവിക്കുന്ന മാനസിക പ്രശ്നങ്ങളൊക്കെ അവർക്ക് നേരിടാനായിട്ട് അത്യാവശ്യം കൗൺസിലിംഗ് സെൻറ്റേഴ്സ് നമുക്ക് ചുറ്റുമുണ്ട്. എന്നാൽ അതിഥി തൊഴിലാളികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവർക്ക് മാനസികമായിട്ടുള്ള ആരോഗ്യം നൽകാനായിട്ടുള്ള സെൻറ്ററുകൾ ഇന്ന് വളരെ കുറവാണ്, ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതിനായിട്ട് മുന്നോട്ട് വരുന്നവരും വളരെ കുറവാണ്. അങ്ങനെ അതിനായിട്ട് ഇവർ പോകാൻ തയ്യാറാകുന്നതും കുറവാണ് എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. അവരെ അതിന് ബോധ്യപ്പെടുത്തുകയും അവരുടെ പ്രശ്നങ്ങൾ അങ്ങനെ പരിഹരിക്കാനായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ സർക്കാരിൻ്റെയും ഉത്തരവാദിത്വമാണ് എന്ന് എനിക്ക് തോന്നുന്നു. അതിലേക്കും നമ്മുടെ ശ്രദ്ധ പതിയേണ്ടതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അങ്ങനെ മാനസിക പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി അവസാനം ആത്മഹത്യ വരെ ചെയ്യുന്ന അതിഥി തൊഴിലാളികൾ നമുക്ക് കാണാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ആത്മഹത്യ ചെയ്ത പല കേസുകളിലും ഞങ്ങൾ ഇടപെടുകയും അവരുടെ മൃതശരീരം നാട്ടിലേക്ക് അയച്ചു കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് ഞങ്ങൾ എത്തിപ്പെടുകയും ചെയ്തിട്ടുള്ളത് ഞങ്ങൾക്ക് ഓർക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ മാനസിക സംഘർഷം അനുഭവിക്കുന്നവരെ അവരെ കൗൺസിലിംഗ് സെൻറ്ററുകളിലേക്ക് നയിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ആ ജീവൻ പൊലിയാതെ നമുക്ക് കാത്തു സൂക്ഷിക്കാൻ സാധിക്കും. അവരുടെ ഭാര്യയും മക്കളും അവരുടെ നാട്ടിൽ എന്തുമാത്രം കഷ്ടപ്പാട് അനുഭവിക്കുന്നു, ആ വീട്ടിലെ ഒരു ബ്രെഡ് വിന്നറാണ് ഇവിടെ ജോലി ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കുമ്പോൾ വളരെയേറെ വേദനയും പ്രയാസവും അനുഭവിക്കപ്പെടാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പല പല പ്രതികൂല സാഹചര്യങ്ങൾ ഇവർക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. ചിലപ്പോഴെങ്കിലും ഇവരെ അതിഥി തൊഴിലാളികളെ ചൂഷണം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവരെ കരുവാക്കിക്കൊണ്ട് ഡ്രഗ് മാഫിയകൾ പോലും പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അത്തരത്തിലുള്ള ധാരാളം വാർത്തകൾ നമുക്ക് പത്രമാധ്യമങ്ങളിലൂടെ കാണാനും സാധിച്ചിട്ടുള്ളതാണ്. പലപ്പോഴും അവരല്ല അത് ചെയ്യുന്നതെന്നും അവർക്ക് പിന്നിൽ അല്ലെങ്കിൽ അവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് അവരെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നതാണ് എന്നും പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ അറിയാതെ പോകുന്നു എന്നുള്ളതാണ് സത്യം. അവരെ പലപ്പോഴും കരുവാക്കിക്കൊണ്ട് അവരുടെ അജ്ഞത ചൂഷണം ചെയ്തുകൊണ്ട് അവരെ കഞ്ചാവ് കടത്തുന്നതിനും അതുപോലെ മറ്റ് ഡ്രഗുകൾ മയക്കുമരുന്നുകളൊക്കെ കടത്തുന്നതിനും അവരെ ഉപയോഗിക്കുന്നതും നമുക്ക് ചുറ്റും കാണാവുന്ന ഒരു സംഭവമാണ്. അതിഥി തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നാടുകളിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള കഞ്ചാവ് കൃഷി ചെയ്യുന്നത് അത് നിയമപരമായിട്ട് അത് പ്രതികൂലമായിട്ട് അവർക്ക് ഒരിക്കലും തോന്നുന്നില്ല. അപ്പോൾ അതിനെ മുതലെടുത്തുകൊണ്ട് ധാരാളം പേര് ഇവരെ ഉപയോഗിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും. അവസാനം പോലീസിൻ്റെ പിടിയിൽപ്പെടുമ്പോൾ അവരാണ് ജയിലിലകപ്പെടുന്നതും അതിൻ്റെ പ്രധാനമായിട്ടുള്ള വ്യക്തിയെക്കുറിച്ച് യാതൊരു പരാമർശവും ഇല്ലാതാകുകയും അങ്ങനെ പ്രതിസന്ധി നേരിട്ടുകൊണ്ട് ഒരുപക്ഷെ ജയിലിലോ ഒക്കെയായി ജീവിതം പരിമിതപ്പെടുത്തേണ്ട ഒരു സാഹചര്യങ്ങൾ അതിഥി തൊഴിലാളികൾക്ക് വന്ന് ഭവിക്കാറുണ്ട്.